എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സന്താനം യൂട്യൂബ് ചാനലിലേക്ക് ഒരു വീഡിയോ ചെയ്യുക എന്നതിലുപരി ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിക്കുക. നമ്മൾ ഒന്നിലധികം വീടുകളുള്ള ആളുകൾ ഏതെങ്കിലും വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന സർവ്വസാധാരണമാണ് ഇന്ന് സമൂഹ സാഹചര്യത്തിൽ. അങ്ങനെ എനിക്ക് ഒരു വീടുണ്ട്. ഞാനത് നമ്മുടെ ടെക്നോ പാർക്കിന് അടുത്തുള്ളൊരു മേഖലയിലാണ്. ഞാൻ ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നു. OLXൽ പരസ്യം ചെയ്യുന്നു. അപ്പോൾ ഏകദേശം 28 വയസ്സുള്ള ഒരു പുരുഷനും ഒരു 24ഓളം വയസ്സുള്ള ഒരു സ്ത്രീയും ഒരു 5 വയസ്സുള്ള ഒരു ആൺകുട്ടിയുമായി വന്ന് ഒരു കുടുംബം എന്നുള്ള രൂപത്തിൽ ആ വീട് വാടകയ്ക്ക് എടുക്കുന്നു. ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന വനിതയും KTDCയിൽ ജോലി ചെയ്യുന്ന പുരുഷനുമായിട്ട് എന്നെ അത് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ എനിക്കവിടെ ചെറിയ കൃഷിയും കുറച്ച് ചെടികളൊക്കെ അവിടെ നട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ 2 ദിവസം കൂടുമ്പോൾ അവിടെ വെള്ളം ഒഴിക്കാനായിട്ടുമൊക്കെ ചെല്ലുന്ന സമയങ്ങളിൽ 8 മണിക്ക് 9 മണിക്കൊന്നും അവർ ഉണരാതിരിക്കുകയും സാധാരണ നമ്മുടെ നോർമൽ ലൈഫിൽ നിന്നും അവർ മാറി നടക്കുന്നത് പോലൊരു സംവിധാനം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അത് സ്വാഭാവികം ഇന്നത്തെ മാറിയ ഫാസ്റ്റ് ഫുഡ് ലൈഫിൻ്റെ സംവിധാനമാണെന്ന് ഞാനത് ധരിച്ചെടുത്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനതിന് ചിന്തിക്കാനും പോയില്ല. ഏകദേശം 1 മാസം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു എക്സൈസ് റെയ്ഡ് വന്നു. ആ വീട്ടിൽ നിന്നും കഞ്ചാവ് അല്ലെങ്കിൽ അതിനുള്ള അനുബന്ധ സാമഗ്രികൾ അവർ പിടിച്ചെടുത്തു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അത് പിടിച്ച ഉദ്യോഗസ്ഥരുമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടി വന്നു. സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു വസ്തുതകൾ ഞാൻ നിങ്ങളെ മനസ്സിലാക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അവരിൽ നിന്നും ഏതാണ്ട് നല്ലൊരു അളവോളം കഞ്ചാവും അതുപോലുള്ള സാധനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്നൊരു ഡയറി അവർക്ക് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കുകയുണ്ടായി. ആ ഡയറിയിൽ നിരവധി പേരുകൾ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ ഉദ്യോഗസ്ഥനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതാണ്ട് 15 മുതൽ 22, 23 വയസ്സ് വരെയുള്ള നിരവധി ആൺകുട്ടികളുടെ സമീപ പ്രദേശങ്ങളിലുള്ള കുട്ടികളുടെയൊക്കെ പേരാണ് അതിൽ രേഖപ്പെടുത്തിയിരുന്നത്. അത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത ആളുകൾ, ക്യാഷ് കൊടുക്കാനുള്ള ആളുകൾ. അപ്പോൾ അതിൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു വസ്തുത, നമ്മൾ വിചാരിക്കാത്ത പല വീടുകളിലെ കുട്ടികളും ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് അറിവുള്ള 1-2 വീടുകളിലെ കുട്ടികൾ വരെയും ഇതിലുണ്ടായിരുന്നു. അതിൽ എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമുള്ള 1-2 ആളുകൾക്ക് ഞാൻ അതിനെപ്പറ്റി സൂചിപ്പിച്ചപ്പോൾ അവർ വളരെ ഞെട്ടലോട് കൂടിയാണ് ഈ കാര്യം ശ്രവിച്ചത്. അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അവരുടെ കുട്ടി ഇതിൽ ഉൾപ്പെട്ടു എന്നുള്ളതിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റുമുണ്ടായിരുന്നില്ല. അപ്പോൾ ഭീകരമാണ് നമ്മുടെ ഈ അവസ്ഥകൾ. കാരണം നമ്മുടെ കുട്ടിയെ നമ്മൾ നിരീക്ഷിക്കുക, അവരുണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മളത് മനസ്സിലാക്കിയെടുക്കുക, നമ്മുടെ കുട്ടികൾ ആരൊക്കെയായിട്ട് കൂട്ടുചേരുന്നു എന്നുള്ളതിൽ നമ്മൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക, നന്നായി ആശയവിനിമയം നമ്മുടെ കുട്ടികളുമായിട്ട് നടത്തുക, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവർക്കുണ്ടാകുന്ന മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ, അവരുടെ ശരീരം ശോഷിക്കലുകൾ, ഉറക്കത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെ നമ്മളവരെ മനസ്സിലാക്കി നിരീക്ഷിച്ച് ഇന്ന് നമ്മുടെ മാറിയ സാഹചര്യത്തിൽ വളരെ അധികം, കാരണം ഈ രാസലഹരി നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പിടിമുറുക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങളിലേക്കൊന്ന് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാ പ്രദേശങ്ങളിലും, നമ്മുടെ ഈ പ്രദേശം മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാസലഹരി അല്ലെങ്കിൽ കൃത്രിമമായ മാർഗ്ഗങ്ങളിൽ കൂടി ലഹരി ഉപയോഗിക്കുന്ന സംവിധാനം വളരെ വ്യാപകമായി പ്രചരിക്കുകയാണ് നമ്മുടെ യുവാക്കളുടെ ഇടയിൽ, നമ്മുടെ കുട്ടികളുടെ ഇടയിൽ. അത് ആൺ പെൺ ജാതി വർഗ ഭേദങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളെ നിരീക്ഷിക്കുക, നമ്മൾ തന്നെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതല്ലാതെ, ഞാൻ ഈ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വസ്തുത, നമ്മൾ സ്വയം ഒരു സുരക്ഷ ഒരുക്കുക, സ്വയം ചിന്തിക്കുക, സ്വയം പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരിലും ഈ മെസ്സേജ് ദയവായിട്ട് എത്തിക്കുക. നന്ദി, നമസ്കാരം.